ഹായ്, ഇറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിവുഡ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് റെസിൽമേനിയ 40 മൈ തോട്ട്സ്. റെസിൽമേനിയ 40 കുറിച്ചുള്ള എൻ്റെ ചിന്തകൾ, അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അങ്ങനെ റെസിൽമേനിയ 40, റെസിൽമേനിയ 2024 കഴിഞ്ഞിരിക്കുന്നു. 2 ദിവസങ്ങളായിട്ടാണ് ഷോ നടന്നത്. വളരെ മനോഹരമായൊരു റെസിൽമേനിയ ആയിരുന്നു പറയാം. ആദ്യ ദിവസം ഡേ 1 ഒരു ആവറേജ് ഷോ ആയിരുന്നെങ്കിലും ഡേ 2 വേറെ ലെവൽ ഷോ ആയിട്ട് മുന്നോട്ട് പോയി. 2 പുതിയ ചാമ്പ്യന്മാർ ന്യൂ എറ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയാം. 2 പുതിയ ചാമ്പ്യന്മാർ വിജയിച്ചിരിക്കുന്നു. ഡാമിയൻ പ്രീസ്റ്റ് വേൾഡ് ഹെവി ചാമ്പ്യനും കോഡി റോഡ്സ് യൂണിവേഴ്സൽ ചാമ്പ്യനുമായിരിക്കുന്നു. അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന മാച്ചായിരുന്നു ബ്ലഡ് ലൈൻ മാച്ച്. ഡേ 1 മെയിൻ ഇവൻ്റായിട്ട് ബ്ലഡ് ലൈൻ മാച്ചായിരുന്നു, അതായത് ടാഗ് ടീം മാച്ച്. കോഡി റോഡ്സും സെത്ത് റോളൻസും ടാഗ് ടീമും, അതോടൊപ്പം അവർക്കെതിരെ റോക്കും റോമൻ റെയിൻസും. ആ മത്സരത്തിൽ കോഡി റോഡ്സൊക്കെ തോറ്റെങ്കിലും അപ്പോൾ ഉറപ്പിച്ചതാണ് ഡേ 2 കോഡി റോഡ്സ് ആയിരിക്കും ജയിക്കുക എന്നത്. കാരണം ആ മത്സരം അവർ തോറ്റപ്പോഴാണ് ഹൈപ്പ് ഒന്നും കൂടി കൂടിയത്. അപ്പോൾ ഒന്നുകൂടെ ക്രൗഡ് സപ്പോർട്ട് കോഡിക്ക് ഒന്നും കൂടെ കൂടുതൽ ലഭിച്ചു, ഒരു സിമ്പതി ലഭിച്ചു. അതുകൊണ്ട് തന്നെ ഡേ 2 കോഡി ജയിച്ചപ്പോൾ വളരെ മനോഹരമായൊരു മൂവ്മെൻറ്റ്, റെസിൽമേനിയ മൂവ്മെൻറ്റ് ലഭിച്ചു. ഇതിനു മുമ്പ് ഡാനിയൽ ബ്രയൻ ജയിച്ചപ്പോഴും കോഫി കിങ്സ്റ്റൺ ജയിച്ചപ്പോഴും ഒക്കെ കിട്ടിയ ആ ഒരു മൂവ്മെൻറ്റ് ആയിരുന്നു ഇപ്പോൾ കോഡി റോഡ്സ് വിജയിച്ചപ്പോൾ ലഭിച്ചത്. 2014 തോന്നുന്നു ഡാനിയൽ ബ്രയൻ ജയിച്ചപ്പോൾ, 2019 കോഫി കിങ്സ്റ്റൺ ജയിച്ചപ്പോൾ, ഇപ്പോഴിതാ കോഡി റോഡ്സ് ജയിച്ചപ്പോൾ വളരെ മനോഹരമായ റെസിൽമേനിയ മൂവ്മെൻറ്റ് അങ്ങനെ ക്രിയേറ്റായി. അങ്ങനെ മനോഹരമായൊരു മാച്ചുകളായിരുന്നു. ഡേ 2 സ്റ്റാർട്ടിങ് തന്നെ വളരെ ഷോക്കിംഗ് ആയിരുന്നു. കാരണം വേൾഡ് ഹെവി ചാമ്പ്യൻഷിപ്പ് മാച്ച് ഡ്രൂ മാക്കൻറ്റയർ വിജയിക്കുന്നു. സെത്ത് റോളിൻസിനെ പരാജയപ്പെടുത്തി ഡ്രൂ മാക്കൻറ്റയർ വിജയിക്കുന്നു. അപ്പോൾ തന്നെ CM പങ്കുമായിട്ട് ഡ്രൂ മാക്കൻറ്റയറിൻ്റെ ഒരു ചെറിയൊരു സെഗ്മെൻറ്റ്. അതിനുശേഷം ഡാമിയൻ പ്രീസ്റ്റ് മണി ഇൻ ദ ബാങ്ക് ക്യാഷ് ചെയ്യുന്നു. അപ്പോൾ അതൊട്ടും പ്രതീക്ഷയില്ല, ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. ആ ഒരു മൂവ്മെൻറ്റ് വളരെ മികച്ചതായിരുന്നു. പിന്നെ റാൻഡി ഓർട്ടനും ലോഗൻ പോളും കെവിൻ ഓവൻസും തമ്മിലുള്ള ട്രിപ്പിൾ ത്രെറ്റ് മാച്ച്, അതും വളരെ മനോഹരമായിരുന്നു. ലോഗൻ പോൾ വിജയിച്ചെങ്കിലും അത് വളരെ മനോഹരമായൊരു മാച്ചായിരുന്നു. അതോടൊപ്പം AJ സ്റ്റൈല് വേഴ്സസ് LA നൈറ്റ് മാച്ചും വളരെ നന്നായിരുന്നു. LA നൈറ്റ് വിജയിക്കുന്നു. അവസാനം മെയിൻ ഇവൻ്റ് ആയിരുന്നു ഈ വർഷത്തെ റെസിൽമേനിയയെ അങ്ങനെ തൂക്കി നിർത്തിയെന്ന് പറയാം. കാരണം അതുവരെ ഒരു ആവറേജ് ഷോ ആയിട്ട് പോയിരുന്നത് അവർ ഒറ്റ മെയിൻ ഇവൻ്റോടുകൂടി ഒരു വേറെ ലെവൽ റെസിൽമേനിയ ആയിട്ട് മാറുകയായിരുന്നു. കോഡി റോഡ്സും റോമൻ റെയിൻസും തമ്മിലുള്ള ആ ഒരു മത്സരം, റോമൻ റെയിൻസിൻ്റെ ചാമ്പ്യൻഷിപ്പ് റെയിന് 3 വർഷമായിട്ട് അദ്ദേഹം കൊണ്ടുനടന്ന ആ ഒരു ചാമ്പ്യൻഷിപ്പ് ആ ഒരു ഹിസ്റ്റോറിക്കൽ ചാമ്പ്യൻഷിപ്പ് റെയിൻ 1316 ദിവസമായിരുന്നു അദ്ദേഹം കൊണ്ടു നടന്നത്. അത് കോഡി റോഡ്സ് വിജയിച്ച് അവസാനിച്ചിരിക്കുന്നു. അതായത് 2020 സമ്മർ സ്ലാമിലാണ് അദ്ദേഹം 2020 പേ ബാക്കിലാണ് അദ്ദേഹം ചാമ്പ്യനായത്. അതിനുശേഷം അദ്ദേഹം ഇപ്പോഴാണ് ചാമ്പ്യൻഷിപ്പ് തോക്കുന്നത്. അതായത് ഏകദേശം 3.5 വർഷം 1316 ദിവസമായിരുന്നു ചാമ്പ്യനായിട്ടിരുന്നത്. അപ്പോൾ ആ ഒരു റെസിൽമേനിയ മെയിൻ ഇവൻ്റ് ഒരു വേറെ ലെവലാകുവാൻ കാരണം ജോൺസിനയുടെയും അണ്ടർടേക്കറിൻ്റെ ആ ഒരു ഗംഭീരമായിട്ടൊരു കമ്പാക്കായിരുന്നു. കാരണം രണ്ടുപേരുടെയും ആ ഒരു പ്രസൻസ് റെസിൽമേനിയ വേറെ ലെവലിലോട്ട് കൊണ്ടുപോയി. 2 ഐക്കൺസ്, WWE 2 ലെജൻസിൻ്റെ ആ ഒരു ബ്ലഡ് ലൈൻ റൂൾസ് മാച്ചിൽ കോഡി റോഡ്സിനെ എല്ലാവരും അറ്റാക്ക് ചെയ്യുമ്പോൾ ആദ്യം ജോൺസിന വരുന്നു. ജോൺസിനെ അറ്റാക്ക് ചെയ്യാൻ റോക്ക് വരുന്നു. റോക്കും തമ്മിലുള്ള ആ ഒരു ഫേസ് ടു ഫേസ് ആ ഒരു സെഗ്മെൻറ്റും വളരെ നന്നായിരുന്നു. അതിനുശേഷം റോക്ക് ജോൺസിനെ അറ്റാക്ക് ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ റെസിൽമേനിയയുടെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയും ഇദ്ദേഹത്തെ. കാരണം എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ റെസിൽമേനിയ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ ആദ്യം ഇദ്ദേഹത്തിൻ്റെ പേരായിരിക്കും മനസ്സിലേക്ക് വരിക, അണ്ടർടേക്കർ. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസൻസ് അവസാനം റോക്കിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് റോമൻ റെയിൻസിനെ കോഡി റോഡ്സ് തോൽപ്പിക്കുന്നു. ഇവരുടെ രണ്ടുപേരുടെയും ഹെൽപ്പോടുകൂടി അങ്ങനെ ഒരു നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു റെസിൽമേനിയ എന്ന് പറയാം. ഒറ്റ മെയിൻ ഇവൻ്റ് കൊണ്ട് വേറെ ലെവൽ ഷോ ആയിട്ട് മാറി. അതുവരെ ആവറേജ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ ഒരു മെയിൻ ഇവൻ്റാണ് റെസിൽമേനിയ അങ്ങനെ തൂക്കി നിർത്തിയത്. അതുകൊണ്ട് തന്നെ 2 പുതിയ ചാമ്പ്യന്മാരെ ലഭിച്ചിരിക്കുന്നു. പുതിയ എറ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇനി റോമൻ റെയിൻസൊക്കെ മിക്കവാറും സമ്മർ സ്ലാമിലായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ റോമൻ റെയിൻസ് ഹീൽ ക്യാരക്ടർ ആയിരുന്നല്ലോ, ഫേസ് ക്യാരക്ടറായിട്ട് വരിക എന്നുള്ള റൂമേഴ്സൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അദ്ദേഹം സമ്മർ സ്ലാമിലായിരിക്കും റിട്ടേൺ ചെയ്യുക എന്ന് കേൾക്കുന്നു. അങ്ങനെ മികച്ചൊരു സ്റ്റോറി ലൈൻ ആയിരുന്നു ബ്ലഡ് ലൈൻ്റെ. ആ ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈനാണ് ഈ വർഷത്തെ റെസിൽമേനിയയെ ഇങ്ങനെ തൂക്കി നിർത്തിയത്. ബാക്കിയെല്ലാം ആവറേജ് സ്റ്റോറി ലൈനുകളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു മെയിൻ ഇവൻറ്റിലെ റോക്കിൻ്റെയും ജോൺസിനയുടെയും അണ്ടർടേക്കറിൻ്റെയൊക്കെ ആ ഒരു പ്രസൻസാണ്
ഈ വർഷത്തെ റെസ്ൽമേനിയയുടെ ഹൈലൈറ്റ് എന്ന് പറയാം. അങ്ങനെ കോഡി തൻ്റെ സ്റ്റോറി ഫിനിഷ് ചെയ്തിരിക്കുന്നു. കോഡി റോഡ്സ് ന്യൂ യൂണിവേഴ്സൽ ചാമ്പ്യൻ ആയിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.